ന്യൂ മൂൺ ആണ് ഇന്ന്. അപ്പൊ ന്യൂ മൂൺ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത്, എന്ത് സന്ദേശമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. യു ആർ ഗുഡ് ഇനഫ്. ഫുൾ മോർണിംഗ് വിർഗോ. എന്തെങ്കിലും ആത്മവിശ്വാസക്കുറവോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഏബിൾ ആണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ തരത്തിലും നിങ്ങൾ 100% പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. അപ്പൊ നമ്മളുടെ കഴിവുകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക. അതാണ് ആദ്യം വേണ്ടത്. ബാക്കിയെല്ലാം പുറകെ തന്നെ വന്നോളൂ. വീണ്ടും ഫുൾ മൂൺ ആണ്. ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്, ഡിസെമിനേറ്റിംഗ് ഇൻ. അതായത് ഒന്ന് റെസ്റ്റ് എടുക്കുക. നമ്മൾ 2-3 ദിവസമായിട്ട് പാലക്കാട് റീഡിങ്ങിൽ കിട്ടുന്നുണ്ട് ഇത് എനർജി. ഒന്ന് ബ്രേക്ക് എടുക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ്സും ഉണ്ട്. ഇതുകൊണ്ട് ഒരു പ്രയോജനം, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അല്പസമയം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഒന്നൊരു ബ്രേക്ക് എടുക്കുക. അതായത് നമുക്ക് ഇനി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സമയത്ത് ബ്രേക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ടോട്ടൽ ബ്രേക്ക് ഡൗണിലേക്ക് പോകും. ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഫുൾ മോർണിംഗ് പൈസസ്. ജീവിതത്തിൽ നമുക്ക് രണ്ടും വേണം. സ്പിരിച്വാലിറ്റിയും വേണം, പ്രാക്ടിക്കാലിറ്റിയും വേണം. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാതിരിയാണ്. ഒന്നില്ലെങ്കിൽ മറ്റേതിന് നിലനിൽപ്പില്ല എന്നുള്ള മട്ടിലാണ്. പക്ഷെ ഏതെങ്കിലും ഒന്ന്, ഒരു ഗ്ലാസിന്റെ രണ്ട് തട്ടും ഈക്വൽ ആയിരിക്കണം. ഒരു ബാലൻസ് വേണം. സ്പിരിച്വാലിറ്റി മാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പോൾ സാധാരണക്കാരനായ ജനങ്ങൾക്ക് രണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോയാലാണ് ഒരു വണ്ടിയുടെ ഒരു സൈക്കിളിന്റെ രണ്ട് ചക്രം ഒരുപോലെ പോകണം അല്ലേ. അതുമാതിരിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. ദൈനംദിന ചുമതലകൾ നമ്മൾ നിർവഹിക്കുകയും വേണം. അതേസമയത്ത് സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് നമ്മളുടെ ഒരു ഉന്നമനത്തിന്, പേഴ്സണൽ ഉന്നമനത്തിന്, അതുപോലെ ഒരു സഹായത്തിന്, യൂണിവേഴ്സിന്റെ സപ്പോർട്ടിന് എല്ലാം വേണ്ട സ്പിരിച്വാലിറ്റിയാണ്. അതില്ലാതെ നമ്മുടെ ശ്വാസം പോലും, ഓരോ ശ്വാസം പോലും നമ്മളുടെ ജീവന്റെ തുടിപ്പാണ്. പ്രപഞ്ചശക്തിയുടെ ആ ഒരു സ്പന്ദനമാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ അതില്ലാതെ നമ്മൾ വെറും ജഡമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. രണ്ടും കൂടി ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. ഫുൾ മൂൺ ഇൻ ലിയോ. അതായത് നമ്മൾ ആദ്യത്തെ കാർഡ് നമുക്ക് പറഞ്ഞു യു ആർ ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞു. ഒരു ബാലൻസ് വേണമെന്നടുത്തത് പറഞ്ഞു ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. നമ്മൾക്ക് അഹങ്കാരം പാടില്ല, ഞാനെന്ന ഭാവം പാടില്ല, ഈഗോ പാടില്ല. അതാണ് പറയുന്നത്. ദുരഭിമാനം അത് വെടിയേണ്ട സമയമാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിപ്പോൾ കളയണം. കാരണം നമ്മൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് പ്രപഞ്ചശക്തിയുടെ മുന്നിൽ നമ്മൾ വെറും നിസ്സാരമായ ഒരു ടൂൾ മാത്രമാണ്. നമ്മളുടെ കഴിവുകൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചശക്തി നമ്മൾക്ക് തന്ന ദാനമാണ്. നമ്മളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മളായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മളായിട്ടൊന്നും കൊണ്ടുപോകുന്നുമില്ല. എല്ലാം നമുക്ക് ദാനം ലഭിച്ചതാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക.